പ്രൈസറോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 121 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ് വായിച്ചത്. ഇതൊരു ആരോഹണ ഗീതമാണ്. അല്ലെ അപ്പൊ യഹോവയുടെ കാവലും പരിപാലനമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ സങ്കീർത്തനക്കാരൻ കടന്നുപോയ സാഹചര്യങ്ങളില് എവിടെ നിന്ന് സങ്കീർത്തനക്കാരന് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വളരെ ചിന്തിച്ച് ആ ഒരു പ്രാർത്ഥനയിലാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. അപ്പോൾ തന്നെ ഒരു മറുപടിയായിട്ട് അദ്ദേഹം പറയാണ്, എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പൊ സഹായം പർവ്വതത്തിൽ നിന്നല്ല വരുന്നത്, ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിൽ നിന്നാണെന്ന് ഭക്തന് ദൈവം ഉള്ളിൽ അവൻ വെളിച്ചം കൊടുത്തു. ആ വെളിച്ചമാണ് ഇന്നത്തെ ദൈവസഭയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയി. ക്രൈസ്തവ സഭ ഇന്നും പർവ്വതങ്ങളെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോഴേ സങ്കീർത്തനക്കാരൻ പറയുന്നു, പർവ്വതങ്ങളിലല്ല അനുഗ്രഹം ഇരിക്കുന്നത്, ഈ ആകാശത്തെയും ഭൂമിയും ഈ പർവ്വതങ്ങളെയൊക്കെ സൃഷ്ടിച്ച യഹോവയുടെ നാമത്തിലാണ് അനുഗ്രഹമുള്ളത്. അല്ലേരിയ അവന്റെ കാൽ വഴുതി പോവുകയില്ല. അല്ലേരിയ സ്തോത്രം. അവന്റെ കാൽ വഴുതി പോവുകയില്ലെന്ന് ദൈവവചനം പറയുന്നതാണ്. പ്രൈസലോ. അവൻ ഒരു നാളും കുരുങ്ങിപ്പോകത്തില്ല. ഈ വചനമൊക്കെ വെച്ചിട്ടാണ്, ഈ വചനമൊക്കെ നിലവിൽ നിൽക്കുമ്പോഴാണ് ക്രൈസ്തവ സമൂഹം പ്രമാണം വിട്ട് ആരാധനയും പ്രാർത്ഥനയും നടത്തുന്നത്. അല്ലേരിയ അപ്പൊ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുന്നതിന് പകരമായി അല്ലേരിയ നാം ഒരുപാട് വിഗ്രഹങ്ങളെ ക്രൈസ്തവ സഭ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സമ്പാദിച്ചു കഴിഞ്ഞു. വിഗ്രഹ പൂജകൾ. അല്ലേരിയ ക്രൈസ്തവ സമൂഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. എന്ന് പറഞ്ഞ മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ ആ കൽപ്പനയിൽ ദൈവം പറഞ്ഞത് നമ്മൾ വായിക്കാൻ കഴിയണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 തൊട്ട് വാക്യങ്ങൾ വായിക്കും. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തത്, അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന അല്ലേലൂയ യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 1-ാമത്തെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. പ്രൈസ്. 2-ാമത്തെ കൽപ്പന എന്താണ്? ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ ഞാൻ സന്ദർശിക്കും. ദൈവം. നിങ്ങൾ ഈ ഭാഗം ആവർത്തന പുസ്തകം 5:17 വായിക്കണം. അപ്പം കർത്താവ് പറയാണ്, മീതെ സ്വർഗത്തിൽ സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവൻ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ ആയ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ കർത്താവിനെ പകയ്ക്കുന്നവരുടെ തലമുറയെ പകയ്ക്കുന്ന പിതാക്കന്മാരുടെ അകൃത്യങ്ങളെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കുക. കർത്താവ് ഒന്ന് ശരിയായിട്ട് വായിച്ചു നോക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ക്രൈസ്തവ പീഡനം ഈ ലോകം പാടും വർദ്ധിച്ച്? നമ്മൾ പുറകെ ലോകം മുഴുവൻ ക്രൈസ്തവ പീഡനം വർദ്ധിച്ച് ക്രൈസ്തവരിൽ നല്ലൊരു ശതമാനം രക്തസാക്ഷിത്വം ഭരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ച വിഗ്രഹങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവിക പരിശോധനകൾ, ദൈവത്തിന്റെ ന്യായവിധി സകല ക്രൈസ്തവരിലും വന്നു. ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന നമ്മൾ മരിച്ച് കഴിഞ്ഞ് നമ്മൾ ചെയ്ത തെറ്റ് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ
നമ്മൾ കടന്നു പോകുന്ന തെറ്റായ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് സർവശക്തൻ നമുക്ക് വെളിപ്പെടുത്തി തരും. അവയെ നാം അനുസരിക്കാതെ പോയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭ അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള പീഡനങ്ങളെ നേരിടേണ്ടി വരും. അതിന് ദൈവമല്ല ഉത്തരവാദി, നാം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് 1 തീമോഥെയോസ് ലേഖനം 2:4 വായിക്കുന്നത്, ദൈവത്തിനും മനുഷ്യന്റെ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്, മറ്റൊരു മധ്യസ്ഥൻ നമുക്കില്ല. ഹല്ലേലൂയ. യഹോവയായ ദൈവം പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലേക്ക് പോകാൻ കർത്താവായ യേശുക്രിസ്തുവാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും സകല പുകഴ്ചയ്ക്കും കാരണമായവൻ ഈ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാണ്. അപ്പം നമ്മൾ യഹോവയെ വിട്ട്, കർത്താവായ യേശുവിനെ വിട്ട് മറ്റൊരു പ്രമാണത്തിലേക്ക് പോയാൽ ദൈവിക ശോധന കടന്നു വരും. രക്തം ചെയ്യാം. പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ യഹോവയായ ദൈവത്തോട്, പഴയ നിയമത്തിൽ നമ്മൾ ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം മുഴുവൻ ദൈവത്തോട് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം മരുഭൂമിയിൽ പെട്ടുപോയി, ശോധനയിൽ കടന്നുപോയി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്ന ദൈവം നമ്മോട് കരുണ കാണിച്ച് മനസ്സറിഞ്ഞ് ദൈവം നമ്മെ നടത്തുന്നത് കൊണ്ട് ഹല്ലേലൂയ, നമ്മളോട് അല്പമെങ്കിലും ദൈവം ദീർഘക്ഷമ കാണിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് 2 പത്രോസ് ലേഖനം 3:7 വരും നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഞാൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ. അപ്പോൾ സകലരും നശിച്ചു പോകാതെ ക്രൈസ്തവ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് ആധാരമായ തിരുവെഴുത്തിനെ, പ്രമാണത്തെ അവർ മാറ്റിവെച്ചിട്ട് ഭൂമിയിൽ അവർ സകല വിഗ്രഹാരാധനയ്ക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവിക ശോധന നമുക്ക് കടന്നു വന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തീയിൽ കൂടി എന്ന പോലെ ഒരു കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെടും, തീയിൽ കൂടി എന്ന പോലെ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിലേക്ക് തിരിയും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായ ശോധന. അതിൽ നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയോ മറ്റു മതങ്ങളെയോ അവരുടെ ആചാരങ്ങളെയോ അവരുടെ അനുഷ്ഠാനങ്ങളെയോ അവരുടെ ദൈവങ്ങളെയോ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ എന്നെ വിമർശിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അവനവൻ ചെയ്യുന്നത് അവനവൻ തന്നെ അനുഭവിക്കും. നാം ജഡത്തിൽ വിതയ്ക്കുന്ന ജഡത്തിൽ തന്നെ കൊയ്യുമെന്ന, അതല്ലേ ഗലാത്യർ എങ്ങനെ പറയും, ജഡത്തിൽ വിതയ്ക്കും ജഡത്തിൽ തന്നെ കൊയ്യും, ആത്മാവിൽ വിതയ്ക്കും ആത്മാവിൽ കൊയ്യുമെന്ന. ജഡത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന്റെ പരിണിത ഫലം നമുക്കുണ്ടാകും. നാം ദൈവത്തെ കോപിപ്പിച്ച്, ദൈവത്തെ മുഷിപ്പിച്ച്, ദൈവത്തോട് നാം മത്സരിച്ച് ഈ ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ സർവസൃഷ്ടാവായി ദൈവത്തെ മറന്ന് ആമീൻ നാം പോകുമ്പോൾ ദൈവം നമ്മോട് ആമീൻ അറിയ എപ്പോഴും ക്ഷമിച്ചെന്ന് വരത്തില്ല. മടങ്ങി വരവിന് വേണ്ടി ദൈവം ചില ബാലശിക്ഷയിലൂടെ കടത്തിവിട്ടത് വരും. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് പൊറുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അവിടെയെല്ലാം നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ട് സംഭവിക്കുന്നു. ക്രൈസ്തവ പീഡനം ഇതുപോലെ വർദ്ധിക്കാൻ കാരണം എന്താണ്? ഞങ്ങളുടെ കുറവുകളാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിക്ക് മടങ്ങി വരണം. ഏക സത്യ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നമ്മുടെ ദൈവം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തിന് രൂപത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ ദൈവത്തിന് രൂപത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ രൂപങ്ങളൊക്കെ വന്നത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സത്യദൈവത്തെ നാം തിരിച്ചറിയണം. പ്രയേശരോ പീഡനങ്ങൾ വർദ്ധിക്കുന്നു. അനവധി ആളുകൾ രക്തസാക്ഷിത്വം ഭരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതിന് തന്നെ കണിതിയുടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എവിടെയാണ് എഴുന്നേൽപ്പിക്കുന്നത്? ക്രൈസ്തവ സഭ മടങ്ങി വരണം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടവരും മാനസാന്തരം സ്നാനപ്പെട്ടവരും ഒക്കെയുണ്ട്. ഹല്ലേലൂയ. അവരാണ് ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നവരുമുണ്ട്. അവരിൽ പോലും വിഗ്രഹപൂജകൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവന് ഒരുപാട് ദൈവങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ദൈവങ്ങൾ പല അത്ഭുതങ്ങളെ ചെയ്തു. അവയൊന്നും ശാശ്വതമായിരുന്നില്ല, നിത്യമായിരുന്നില്ല, താൽക്കാലികമായിരുന്നു. പിന്നീട് അതൊക്കെ അതിന്റെ പേര് പോലും മൺമറഞ്ഞു പോയി എന്നുള്ളതാണ്. നമ്മൾ ശരിയല്ലേ ചിന്തിക്കണ്ടേ? നാം ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഓരോ മതത്തിനും അതിൻ്റെതായ പ്രമാണമുണ്ട്. ആ പ്രമാണത്തിനകത്ത് ഉറച്ചു നിൽക്കണം. ക്രൈസ്തവ വിശ്വാസിക്ക് ദൈവം തന്നിരിക്കുന്ന സത്യവേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രമാണത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മെ ഒരുപക്ഷെ ബാലശിക്ഷയുടെ കടത്തിവിടി ഞാൻ ആവർത്തിച്ചത് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന് ന്യായപ്രമാണത്തിന്റെ ഉറവിടം ദൈവമാണ്. ന്യായപ്രമാണത്തിന്റെ പഴയ നിയമ പുസ്തകത്തിന്റെയും പുതിയ നിയമ പുസ്തകത്തിന്റെയും ഉറവിടം ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. അതിന് ഭൂമിയിലെ ഒരു മധ്യസ്ഥന്മാർക്കും പങ്കില്ല. വേദപുസ്തകം എഴുതി നമ്മുടെ കയ്യിൽ സത്യവചനത്തെ നമ്മുടെ കയ്യിൽ തരുവാൻ ഭൂമിയിലെ ഒരു മധ്യസ്ഥന്മാർക്കും അമേലിൽ പങ്കില്ല.
അത് മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ദൈവം ചിലരെ കൊണ്ട് എഴുതിപ്പിച്ചു. അതുകൊണ്ട് ഈ ദൈവവചനം എഴുതി തന്നവരും ദൈവങ്ങളല്ല. അല്ലേ? ദൈവത്തിനൊരാളെ ഉപയോഗിക്കണം. ദൈവത്തിനൊരാളെ ഉപയോഗിക്കും. ദൈവം സദാസമയങ്ങളിൽ സമയാസമയങ്ങളിൽ ഓരോരുത്തരെ തിരഞ്ഞെടുക്കും. അങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നാം മടങ്ങി വരണം. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഉറവിടം ദൈവമാണെന്ന് പുറപ്പാട് പുസ്തകം 31:18 നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലേരിയ. മാത്രമല്ല, ന്യായപ്രമാണത്തെ മനുഷ്യർക്ക് നൽകിയത് ദൂതന്മാർ മൂലവും അല്ലെങ്കിൽ മോശയിൽ കൂടിയാണെന്ന് അല്ലേരിയ യോഹന്നാന്റെ സുവിശേഷം 1:17 അല്ലെങ്കിൽ ഗലാത്യ ലേഖനം 3:19 എബ്രായ ലേഖനം 2:2 ഒക്കെ കാണാൻ കഴിയും. അല്ലേരിയ. ന്യായപ്രമാണത്തിന്റെ സ്വഭാവം അല്ലേരിയ നല്ലതും വിശുദ്ധവും ആത്മീയവുമാണ്. ന്യായപ്രമാണത്തിന്റെ സ്വഭാവം നല്ലതാണ്, വിശുദ്ധമാണ്, ആത്മീയമാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ സ്വഭാവത്തെ, നല്ലതും വിശുദ്ധവും ആത്മീയവുമായ പ്രമാണത്തെ നാം മാറ്റിവെച്ചിട്ടാണ് ദൈവം നമുക്ക് തന്നൊരു 10 കൽപ്പനയ്ക്ക് വിരോധമായി നാം പ്രവർത്തിക്കുന്നത്. അല്ലേലിയ. 10 കൽപ്പനയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മെ ശിക്ഷയിലൂടെ കടത്തിവിടും. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരും വിവാഹം കഴിച്ച് മക്കളെയൊക്കെ സ്തോത്രം ജനിപ്പിച്ച് ആ മക്കളെയൊക്കെ വളർത്തിയെടുത്തവരുമാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മത്സരിക്കുമ്പോൾ, നിങ്ങളെ അനുസരിക്കാതെ വരുമ്പോൾ, നിങ്ങൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ, നിങ്ങളുടെ മക്കളെ ശാസിക്കുന്നില്ലേ? വടിയെടുത്ത് അടിക്കുന്നില്ലേ? നല്ല ശകാരം കൊടുക്കുന്നില്ലേ? കഠിനമായി നിങ്ങൾ ചിലപ്പോൾ അവരോട് സംസാരിക്കാറില്ലേ? ഇതൊക്കെ തന്നെയാണ് ശ്രോതാവി യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു നമ്മോട് ചെയ്യുന്നത്. നമ്മുടെ സൃഷ്ടമായ ദൈവം, നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ ഉണ്ടാക്കിയവൻ, നമ്മെ നിർമ്മിച്ചവൻ നമുക്ക് ന്യായപ്രമാണത്തെ നമ്മുടെ തന്നു. അത് നല്ലതും വിശുദ്ധവും ആത്മീയമായ ഒരു പ്രമാണത്തെ ദൈവം നമുക്ക് തന്നപ്പോൾ അതിനെ നമ്മൾ മാറ്റിവെച്ചിട്ട് ലോകപരമായ ആചാരങ്ങളിലേക്ക് നാം മനംതിരിഞ്ഞപ്പോൾ അല്ലേരിയ സ്തോത്രം, ദൈവിക ശിക്ഷ നമ്മുടെ മേൽ വരുന്നു. പ്രൈസലോ. അതുകൊണ്ട് ഈ ദൈവിക ശിക്ഷയ്ക്കൊരു മാറ്റം വരണമെങ്കിൽ, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരണമെങ്കിൽ നാം അനുതാപത്തോടെ മടങ്ങി വരണം. അല്ലേരിയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എന്നെ സ്നേഹിച്ചെന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ അല്ലേലിയ കാണിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അല്ലേലിയ. വീണ്ടും നമ്മൾ ദൈവത്തിന് 3ാമത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. അല്ലേലിയ. അങ്ങനെ ന്യായപ്രമാണത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന 10 കൽപ്പനകളെ പല മതങ്ങളും കൂട്ടിമാറ്റി അവരതിൽ വെട്ടിച്ചുരുക്കി പലതും അങ്ങോട്ടും കയറ്റി ഇങ്ങോട്ടും കയറ്റി പലതും തിരുത്തിയും തിരുത്താതെയും ഒക്കെയായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണത്തിലെ 10 കൽപ്പന, അത് നല്ലതും വിശുദ്ധവും ആത്മീയവുമായ പ്രമാണത്തെ കൽപ്പനയെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചും പഠിപ്പിച്ചും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം അല്ലേലിയ അത് അനുവദിച്ചു തരില്ല കേട്ടോ. അല്ലേലിയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരന് പോലും സുബോധം വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അല്ലേലിയ. സങ്കീർത്തനക്കാരൻ ആദ്യം ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ സഹായം മുഴുവൻ പർവ്വതത്തിലായിരിക്കുന്നതാണ്. അതേ സ്നേഹിത, പർവ്വതത്തിലല്ല. വചനം പറയും, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാകി യഹോവയിൽ നിന്ന് വരുന്നു. അവന്റെ കാൽ വഴുതുകയില്ല. അവൻ ഒരു നാള് കുടുങ്ങി പോകാത്തവനാണ്. അല്ലേലിയ. അവൻ ഒരു നാളും മയങ്ങാത്തവനാണ്, ഉറങ്ങാത്തവനാണ്. അവൻ നമ്മെ കാത്തു പരിപാലിക്കുന്നവനാണ്. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ അനുഭവിക്കുന്ന സകല ദുർഘട നിമിഷങ്ങളിലും അല്ലേലിയ നിന്നെ കാത്തു പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ദൈവസഭ, ദൈവമക്കൾ, ക്രൈസ്തവ സമൂഹം മടങ്ങി വരണം. നാം എന്നലിയ ആത്മീയവും വിശുദ്ധവും നല്ലതുമായ ന്യായപ്രമാണത്തിന്റെ വിശുദ്ധിയിലേക്ക് ദൈവസഭ മടങ്ങി വരണം. ദൈവമക്കൾ കടന്നു വരണം, മടങ്ങി വരണം. അല്ലേലിയ. കാരണം നമ്മുടെ ജീവിതത്തിന് മാനസാന്തരം ആവശ്യമാണ്. കാലം ഇനിയും അധികമില്ല. സ്വാഭാവിക കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായി. കാഹളം ധരിക്കുന്ന സമയമായി. അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്താൽ, അവന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകി നമ്മെ വീണ്ടെടുത്ത് വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിച്ചു, രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചു, തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിച്ചു, ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുമ്പോൾ അതിനെ നാം മലിനമാക്കരുത്. നമ്മുടെ വസ്ത്രം മലിനമായി കഴിഞ്ഞാൽ അല്ലേലിയ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവരാജ്യമാണ്.
ഹല്ലേലൂയ. ആത്മീയവും നല്ലതും വിശുദ്ധമായിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നാം മാറ്റി നിർത്തിയാൽ നമുക്കൊരിക്കലും നിത്യതയിലേക്ക് ചെല്ലുവാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ പറയാം, സകല വിഗ്രഹാരാധനയും വിട്ടിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം നീ വൃഥാ എടുക്കരുത്. ക്രൈസ്തവോ, ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് നന്നായിട്ട് പരിചയമൊക്കെ ഉണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നാള് തൊട്ട് ന്യായപ്രമാണം തന്നു. ന്യായപ്രമാണത്തിന്റെ ഉറവിടം കർത്താവാണെന്നും 10 കൽപ്പന മോശയ്ക്ക് എഴുതി തന്ന 10 കൽപ്പന അനുസരിച്ച് പ്രമാണിച്ച് നടക്കാത്തവനെ ദൈവത്തിന്റെ ന്യായവിധി വരുമെന്നും ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവം എന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം ശമരിയക്കാരിയുള്ള ബന്ധത്തിലേക്ക് പറയുന്നത് ദൈവം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ നമ്മൾ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കാൻ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നാം മറ്റുള്ളവരെ പോലെ ശേഷം മനുഷ്യരെ പോലെയായി തീരാതെ, ലോകം ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യമാണ് നിങ്ങൾ വായിച്ചോണ്ട്, സകല ഭൂവാസികളുമായുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് മടങ്ങി വരുവിൻ. അല്ലെ, സകല ഭൂവാസികളുമായുള്ളവരെ എല്ലാവരും ദൈവത്തിലേക്ക് മടങ്ങുക, രക്ഷ പ്രാപിക്കുക, മാനസാന്തരപ്പെടുക. അപ്പൊ സകല ജനത്തോടും ദൈവം നൽകുന്ന ദൂതെന്താണ്? നിങ്ങൾ മടങ്ങി വരണം. ഇവിടെ ജാതിയില്ല, മതമില്ല, അല്ലെങ്കിൽ വർഗമില്ല, വർണ്ണമില്ല, വ്യത്യാസമില്ല. വലിയവനെന്നോ ചെറിയവനൊന്നുമില്ല. സകല ജാതികൾ. കാരണം ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ജാതിയില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവം നിലത്തെ പൊടി കൊണ്ട് ആദമിനെ സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 2:7 കാണുന്നുണ്ട്. നിലത്തെ പൊടി കൊണ്ട് ആദമിനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതി. അവന്റെ മൂക്കിൽ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആണും പെണ്ണുമായി സൃഷ്ടിച്ച ആദം. ഹല്ലേലൂയ. ആദമിന്റെ മുമ്പിൽ കൂടി ദൈവം സൃഷ്ടിച്ച സകല മൃഗങ്ങളെ കടത്തിവിട്ട് അവയ്ക്കെല്ലാം പേര് ആദമിട്ട് കഴിഞ്ഞപ്പോൾ ആ മൃഗങ്ങൾക്കെല്ലാം തക്കതായ ഇണയെ കണ്ടപ്പോൾ യഹോവയായ ദൈവം ആദമിനെ നോക്കിയപ്പോൾ ആദമിന് മാത്രം ഒരു തക്കതായ തുണയെ കിട്ടിയില്ല. മറ്റുള്ളതിനുള്ള ഇണയുണ്ട്, എന്നാൽ ആദമിനൊരു തുണ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ആദമിനൊരു തുണ കൊടുക്കാൻ വേണ്ടി ആണും പെണ്ണുമായി സൃഷ്ടിച്ച ആദമിന്റെ വാരിയില്ലുകളിൽ ഒന്നെടുക്കുന്ന ദൈവം ആദമിന് ഗാഠത്തിൽ വരുത്തി. ആദമിന്റെ വാരിയില്ലുകളിൽ ഒന്നെടുത്ത് ആണും പെണ്ണുമായി സൃഷ്ടിച്ച ആദാമിൽ നിന്ന് സ്ത്രീയെ വേർതിരിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹവ്വയെ കൊടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുക കേട്ടോ. ഹല്ലേലൂയ. 3-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ ഹവ്വയാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് സർപ്പം പായത്താൽ പരീക്ഷിച്ചതും ദൈവത്തോട് പാപം ചെയ്തതും. ഹല്ലേലൂയ. ആ പാപ സകല മാനവകുലത്തിലും ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ജനിക്കുന്ന സകല ജനങ്ങളും ആദാമ്യ പാപത്വം അറിയപ്പെട്ടതാണ്. പിന്നീട് വളർന്നു വന്നതെല്ലാം പാരമ്പര്യശക്തിയിൽ അകപ്പെട്ടവർ പിതാക്കന്മാർ പഠിപ്പിച്ചത് നമ്മൾ ഇന്ന് ആചരിച്ചു പോരുകയാണ്. അവിടെയും ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. അപ്പൊ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ വേദപുസ്തകത്തിൽ പ്രമാണത്തിൽ 10 കൽപ്പനയിൽ 1-ാമത്തെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. 2-ാമത്തെ കൽപ്പന എന്താണ്? ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് വായിക്കാം. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്ന എന്നെ പകിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ അല്ലെങ്കിൽ മക്കളമേൽ സന്ദർശിക്കും. അതാണ് സ്നേഹിത ഇപ്പം നടക്കുന്നത്. ലോകം മുഴുവൻ ക്രൈസ്തവ വീണം എന്ന് പറഞ്ഞ് നമ്മൾ വലിയ മുറവിളി കൂട്ടുന്നുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്? ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് സ്തോത്രം നമ്മൾ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും കർത്താവിന്റെ വചനം വിശ്വസിക്കുകയും ചെയ്താലും നമുക്ക് ഉപദ്രവങ്ങൾ പീഡയുണ്ട്. കാരണം യേശു കഷ്ടതയിലൂടെ കടന്നുപോയി. കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷിതാവ് ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഭൂമിയിലെ യാതൊരു പ്രമാണങ്ങൾക്കും കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും കഴിയാതിരുന്നപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ പിതാവായ
ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. വചനം ജഡമായി തീർന്ന് കൃപയിൽ സത്യം നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 33 തിരുവയസ്സ് ജീവിതം, ഹല്ലേലൂയ, ആ 33 തിരുവയസ്സ് ജീവിതത്തിൽ യേശു ഭൂമിയിൽ ചെയ്ത മഹത്തായ കാര്യങ്ങളിൽ തന്റെ 30ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനെ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ആത്മാവ് അല്ലെങ്കിൽ യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം മരുഭൂമിയിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ 40 നാളുകൾ കഴിഞ്ഞപ്പോൾ പിശാച് അരികെ വന്ന് യേശുവിനെ പരീക്ഷിക്കുവാൻ വന്നു. അങ്ങനെ സാത്താന്റെ 3 പരീക്ഷകൾ യേശു അല്ലെങ്കിൽ അതിനെ ജയിച്ച് ലോകത്തോട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അല്ലെങ്കിൽ ലോക രക്ഷകനായിരിക്കുന്ന യേശുവിനെ വെളിപ്പെടുത്തി തന്നു. രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ്, നിത്യജീവൻ യേശുക്രിസ്തുവിൽ മാത്രമാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവിക രക്ഷയെന്ന്. അവനെ കൈക്കൊള്ളുന്നവർക്ക് മാത്രമേ നിത്യജീവൻ ഉള്ളൂ. മാനസാന്തരത്തിന്റെ സുവിശേഷം യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചു. തുടർന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു, ആദിമസഭ പ്രസംഗിച്ചു. ഈ കാലഘട്ടത്തിലും പ്രസംഗിക്കുന്നു. എന്നിട്ടും ന്യായപ്രമാണത്തിന്റെ ഉറവിടമായിരിക്കുന്ന യഹോവയായ ദൈവത്തെ നാം തിരസ്കരിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തെ പ്രധാനം എടുക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ മേൽ വരും കേട്ടോ. ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ മേൽ വരും. അതുകൊണ്ട് ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കൊരു മടങ്ങി വരവിന് ദൈവസമയം തന്നിരിക്കുക അവസരം, ഒരു മടങ്ങി വരവിന് നമുക്ക് അവസരം തരുന്നു. ഹല്ലേലൂയ. യേശുവും യോഹന്നാനും ഒക്കെ പ്രസംഗിച്ചത് എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ, അഥവാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അത് സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയാൽ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തിയതിന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്നാണ് നമ്മൾ അടിയ സ്തോത്രം വചനം വായിക്കുന്നത്. അതിൽ മാനകുലത്തിന്റെ പാപത്തിന് മുഴുവൻ പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ യാതൊരു യാഗങ്ങൾക്കും വഴിപാടുകൾക്കും കഴിയാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിതാവ് തന്റെ പുത്രനെ അയച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി യേശുകൊണ്ട് അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി, അവന്റെ തലയിൽ മുൾക്കീടം അടിച്ചിറക്കി, ഹല്ലേലൂയ, അവന്റെ കൈകാലുകൾ കാരിരുമ്പാണി അടിച്ചിറക്കി, ഹല്ലേലൂയ, പടയാളികൾ മാറി മാറി അവനെ അടിച്ചു നിന്ദിച്ചു. അവൻ കള്ളനെന്നും ബെൽസെബൂലെന്നും കൊലപാതകം ചതിക്കുന്നതൊക്കെ അവനെ പേർ വിളിച്ചു. കടന്നു പോകുന്നവരൊക്കെ അവനെ നിന്ദിച്ചു. അവന്റെ മുഖത്ത് തുപ്പി, അവന് കുടിപ്പാൻ ചുരുക്ക കൊടുത്തു. ഇത്രമാത്രം കഷ്ടതയിലൂടെ ആ മരണത്തിന്റെ നടുവിലും യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: യെരൂശലേം പുത്രിമാര് എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവീൻ. പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് ക്രൂശിൽ വെച്ച് വിളിച്ചു പറയാൻ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ എന്നിട്ടും നമ്മൾ ഈ കർത്താവിനെ അറിയുന്നില്ല. എന്നിട്ടും നല്ല ന്യായപ്രമാണത്തിന്റെ ആത്മീയവും നല്ലതും വിശുദ്ധമായ കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ മാറ്റിവെച്ചിട്ടല്ലേ നാം ലോകത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്? എങ്ങനെയാണ് സംഭവിച്ചത്? ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദമിലും ഹവ്വയിലും സംഭവിച്ച പാപമാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാപത്തിൽ നിന്ന് പുറത്തു വരണം. ആ പാപ ശരീരത്തിൽ നിന്ന് പുറത്തു വരണം. പാപ ജീവിതത്തിൽ നിന്ന് പുറത്തു വരണം. ആ പാപത്തിന്റെ ആ തിന്മയുടെ വശത്തിൽ നിന്ന് പുറത്തു വന്ന് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ എന്നിട്ട് നല്ലൊരു 4ാമത്തെ കൽപ്പന എന്താണ്? ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിക്കലുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി 7ാം ദിവസം സ്വസ്ഥമായിരുന്നു. 6 ദിവസം നിനക്ക് പണിയുവാൻ പ്രമാണമുണ്ട്. 6 ദിവസം നിനക്ക് ജോലി ചെയ്യാം. 7ാം ദിവസം നീ ജോലിക്ക് പോകരുത്. 7ാം ദിവസം നിന്റെ വീട്ടിൽ നീ വേലക്കാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കരുത്. 7ാം ദിവസം നിന്റെ കുടുംബത്തെ ശുദ്ധീകരിക്കണം, നിന്നെ ശുദ്ധീകരിക്കണം. അന്ന് സ്വസ്ഥതയുടെ ദിവസമാണ്. അന്ന് ദൈവത്തെ മഹത്വപ്പെടണം. പക്ഷെ ഇന്ന് ഞായറാഴ്ച പോലും ആരാധനയില്ല, പ്രാർത്ഥനയില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ പറയട്ടെ, കാത്തോലിക്ക പള്ളിയെ കുറിച്ചും അല്ലെങ്കിൽ ക്രൈസ്തവ ഭാഗത്ത് അവരിൽ പലരും ഞായറാഴ്ച ആരാധന മുടക്കുന്നുണ്ട്. വേർപെട്ട കൂട്ടങ്ങളിൽ പലരും ആരാധന മുടക്കുന്നുണ്ട്. പക്ഷേ കൽപ്പന എന്താണ്? 7ാം ദിവസം നമ്മൾ കർത്താവിലേക്ക് വരണം. അതെ, ആരാധന മുടക്കി ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറ നഷ്ടപ്പെടുത്തി നമുക്ക് തന്ന പ്രമാണത്തിന്റെ നല്ലതും വിശുദ്ധവും ആത്മീയമായ അതിശ്രേഷ്ഠമായ ആ അനുഭവത്തെ നഷ്ടപ്പെടുത്തി ദൈവത്തിന് കൊടുക്കേണ്ട ദിവസം, ദൈവത്തെ സ്തുതിക്കേണ്ട ദിവസം മറ്റു എന്തെങ്കിലും മാറ്റിവെച്ചാൽ അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കും.
അല്ലേ? അതൊക്കെ ദൈവത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ പീഡനം കേൾക്കുന്നതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന നിർത്തിയിട്ട് നമ്മുടെ തെറ്റിലേക്ക് നമ്മൾ മടങ്ങുക. നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി ദൈവത്തേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അപ്പൊ 4-ാമത്തെ കൽപ്പന എന്താ? ശബത്ത് ശുദ്ധീകരിക്കണം. 5-ാമത്തെ കൽപ്പന എന്താണ്? 5-ാമത്തെ കൽപ്പന, ഹല്ലേലൂയ, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. 5-ാമത്തെ കൽപ്പന, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും. ഇന്നത്തെ കാലത്ത് അപ്പനെയും അമ്മയും ഒന്നും ബഹുമാനിക്കുന്നില്ല. അവരെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തള്ളുക. അല്ല വോൾട്ടേജ് റൂമിലോ വഴിയോരത്തോ പുഴയോരത്തോ അല്ലെങ്കിൽ നട റോഡിലോ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പെരുന്നാൾ സ്ഥലത്തോ പൂരസ്ഥലത്തോ അങ്ങനെയുള്ള സ്ഥലത്തെ കൊണ്ട് തള്ളുക. അല്ലെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ട സ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ അപ്പനെയും അമ്മയെ കൊല്ലുന്ന കാര്യം, അപ്പനെയും അമ്മയെ അടിക്കുക, അപ്പനെയും അമ്മയും നിലത്തെടുത്തിട്ട് ഇടിക്കുകയും ചവിട്ടും തൊഴിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയില്ലേ സഹോദര? അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ന്യായവിധി വരുന്നത്. നിന്റെ അപ്പനെയും അമ്മയെ നീ ചവിട്ടി നിന്ന് മെതിച്ചതും ഇടിച്ചതും അവരെ കൊണ്ട് വോൾട്ടേജ് റൂമിൽ ഇട്ടതും വഴിപോലെ തിറഞ്ഞതും ഒക്കെ ദൈവം കണ്ട് അതൊക്കെ ന്യായവിധിയായി നിന്റെ മേൽ വരും. അപ്പൊ എന്താണ്? 5-ാമത്തെ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. 6-ാമത്തെ കുല ചെയ്യരുത്. 6-ാമത്തെ കുല ചെയ്യരുത്. ആരും രക്തം ചൊരിയിക്കരുത്. ഒരു പിടി മണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, നിന്റെ ജീവിതത്തിൽ എന്തിനും വേണ്ടി നീ ആരുടെയും രക്തം ചൊരിയിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം രക്തം ചൊരിയിക്കുന്നതിന് മുൻപിലാ. ആരുടെയും രക്തം ചൊരിയിക്കരുത്. അതിനെക്കുറിച്ച് ഒരുപാട് വിമർശിക്കുന്നവരുണ്ട്, ഒരുപാട് അതിനെക്കുറിച്ച് പലതും പറയുന്നവരുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ കർത്താവ് നമ്മൾ പറയാ, രക്തം ചൊരിയിക്കരുത്, കുല ചെയ്യരുത്. 7-ാമത്തെ കൽപ്പന എന്താ? വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യരുത്. ഭാര്യ ഭർത്താക്കന്മാർക്ക് പുറത്തൊരു അവിഹിത ബന്ധം പാടില്ല. ഉടമ്പടി പ്രകാരം യൗവനത്തിൽ സമൂഹത്തിൽ ദൈവസഭ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി ക്രൈസ്തവ സഭയിൽ പുരോഹിതന്മാർ ഉടമ്പടി പ്രകാരം നിങ്ങളെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾ ഉഭയസമ്മത ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ വധുവരന്മാരെ കൈപിടിച്ചേൽപ്പിച്ചു കഴിയുമ്പോൾ അങ്ങനെ അവർ ഭാര്യ ഭർത്താക്കന്മാരായി സഭ പ്രഖ്യാപിച്ചവരെ ഒന്നിച്ച് ഒരു കുടുംബമാക്കി തീർത്തു കഴിയുമ്പോൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് പുറത്തൊരു അവിഹിത ബന്ധം പാടില്ല. ഭാര്യഭർത്തൃ ജീവിതത്തിന് പുറത്ത് ഒരു അവിഹിത ബന്ധം പാടില്ല. അതിന് പറയുന്നത് വ്യഭിചാരമെന്ന. ഇന്ന് ആ ഒരു അനുഭവത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യഭിചാരം പെരുകി. അത് ദൈവത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്, ദൈവം അറയ്ക്കുന്ന പാപമാണ്. അതിനൊക്കെ ന്യായവിധിയുണ്ട്. ആരും കാണാതെ ചെയ്തതും ആരും അറിയാതെ ചെയ്തതും ആരും കണ്ടില്ലെന്ന് തോന്നിയതും മാതാപിതാക്കളെ മറച്ചതും അല്ലെങ്കിൽ സഭയെ മറച്ചതും പുരോഹിതന്മാരെ മറച്ചതും നിയമത്തെ മറച്ചും നീ ചെയ്ത സകല പരസംഗവും വ്യഭിചാരവും ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായർ 4:13 പറയുന്നു, ദൈവത്തിന്റെ കണ്ണ് നഗ്നവും മലർന്നതുമാണ്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹല്ലേലൂയ. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അത് നീ ഏത് പകല് ചെയ്താലും ഏത് രാത്രി ചെയ്താലും ഏത് കൊടിയ രാത്രിയിൽ കറുത്ത മാവിന്റെ രാത്രി കൂരിട്ട നിറയപ്പെട്ട രാത്രിയിൽ വിളക്ക് വെട്ടം പോലും ഇല്ലാതെ നീ കടന്നുപോയി. ഹല്ലേലൂയ. ദൈവവചനത്തിൽ വിരുദ്ധമായി ദൈവം അറയ്ക്കുന്ന ഈ പാപം ചെയ്താൽ അത് നമ്മുടെ ദൈവത്തിന്റെ കണ്ണിൽ നഗ്നവും മലർന്നുമായി കിടക്കുക. ഇതിന്റെ ശിക്ഷാവധി ക്രൈസ്തവ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവരോട് പറയാണ്, വ്യഭിചാരം ചെയ്യരുത്. ദൈവം അറയ്ക്കുന്ന പാപമാണ്. ഇതൊക്കെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ വലിയ പ്രവചനദൂതൊന്നുമല്ല പ്രസംഗിക്കുന്നത്. നിങ്ങളെ ഉയർത്താമെന്നും നിങ്ങളെ അനുഗ്രഹിക്കാമെന്നും നിങ്ങളെ വിദേശത്ത് വിടും നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ അവിടെ കോടികൾ ഉണ്ടാക്കുമെന്നും അവിടെ സൗധങ്ങൾ പണിയുമെന്നും ഒന്നും അല്ല ഞാൻ പറയുന്നത്. നാം ക്രമീകരിക്കാൻ വേണ്ടി വിശുദ്ധിയുടെ വചനങ്ങൾ, പ്രമാണത്തിന്റെ വചനങ്ങൾ, ന്യായപ്രമാണത്തിന്റെ ഉറവിടമായിരിക്കും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണം എന്ന ശ്രേഷ്ഠവും വിശുദ്ധവും നല്ലതുമായ ആത്മീയമായ പ്രമാണത്തെ നമ്മൾ പലപ്പോഴും ത്യജിക്കുമ്പോൾ, തെറ്റിച്ചു കളയുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ മേൽ വരും. അത് വരാതെ മടങ്ങി വരവിന് വേണ്ടി ഈ വചനം പ്രസ്താവിക്കുക. എന്നാൽ ഈ കൽപ്പനകൾ പ്രമാണിച്ചാൽ ദൈവം നിന്നെ വാലല്ല തലയാക്കുമെന്നാണ്. കൽപ്പനകൾ പ്രമാണിച്ചാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും. വാലല്ല തലയാക്കുമെന്ന കർത്താവ് പറഞ്ഞു. മാത്രമല്ല ദേശത്തിന് ഉന്നതമേൽ നിന്നെ വാഹനമേറ്റി ഓടിക്കുമാറാക്കും നമ്മുടെ ദൈവം.
ദൈവം സമൃദ്ധിയായിട്ട് നമുക്ക് തരുകയും ചെയ്യും കേട്ടോ. അല്ലേലിയ. ഒരു മടിയും കൂടാ. ദൈവം നമുക്ക് തരുന്നിട്ട് ഒരു മടിയില്ല. അപ്പൊ ഈ സ്തോത്രം. അല്ലേലിയ. 7-ാമത്തെ കൽപ്പന എന്താണ്? വ്യഭിചാരം ചെയ്യരുത്. അല്ലേലിയ. 8-ാമത്തെ കൽപ്പന എന്താണ്? മോഷ്ടിക്കരുത്. ആരുടെയും ഒന്നും മോഷ്ടിക്കരുത്. അല്ലേലിയ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു പള്ളിയിലെ കാണിക്ക വെച്ച് പൊട്ടിച്ചു. പള്ളിയിലെ കാണിക്ക വെച്ച് പൊട്ടിച്ചു. ആ കാണിക്ക വെച്ച് പൊട്ടിച്ചു ഒരുപാട് പണങ്ങൾ നിരത്തിയിട്ട് പള്ളി കമ്മിറ്റി എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, അല്ലേലിയ സ്തോത്രം, അതിൽ നിന്ന് ചില വിദ്വാൻമാർ അടിച്ചു മാറ്റുന്നത്, CCTV ഒന്നതുപോലെ അവർ അറിഞ്ഞിട്ട് അടിച്ചു മാറ്റുന്ന സോഷ്യൽ മീഡിയ കണ്ടില്ലേ. മാത്രമല്ല, അതിനു മുമ്പ് ഒരു സംഭവം നടന്നേ ഉള്ളൂ. നമ്മുടെ ശബരിമലയിലെ സ്തോത്രം, അല്ലേലിയ, അയ്യപ്പൻ്റെതായ ഒരുപാട് ഭണ്ഡാരത്തിലെ പണങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ മോഷ്ടിച്ചു പോയത് നമ്മൾ കണ്ടില്ലേ. അതൊക്കെ പിടിക്കപ്പെട്ടത് നമ്മുടെ കണ്ണു മുമ്പിൽ കണ്ടിട്ടും അതിൽ പലരും ഇന്ന് ജയിലിൽ കിടന്നിട്ടും ശബരിമലയിലെ സന്നിധാനത്തിലെ ആഭരണങ്ങളും അല്ലേലിയ അവിടെ അയ്യപ്പന് ചാർത്തിയതുമൊക്കെ അടിച്ചു മാറ്റിയവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നുവെങ്കിൽ, അല്ലേലിയ, ആ പള്ളിയിലെ ഭണ്ഡാരപ്പെട്ട് പൊട്ടിച്ചപ്പോൾ അല്ലേലിയ എണ്ണി തിട്ടപ്പെടുത്തൽ പണം അടിച്ചു മാറ്റുന്നത് CCTVയുടെ പുറത്തേക്ക് വിട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ബിസിനേഹിത, നീ ചെയ്യുന്ന സകല മോഷണവും, നീ അയൽവാസിൽ അതിര് തോണ്ടുന്നത്, അല്ലെങ്കിൽ നീ അടുത്ത അയൽവാസിയുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നത്, അവന്റെ മാല മോഷ്ടിക്കുന്നത്, അവന്റെ വിളവ് മോഷ്ടിക്കുന്നത് എല്ലാം മോഷണമാണ്. മോഷ്ടിക്കരുത്. അടുത്ത പറമ്പിലെ തേങ്ങ നീ പറക്കാൻ പോകരുത്. അടുത്ത പറമ്പിലെ തെങ്ങിന്റെ ചൂട്ടിൽ കിടക്കുന്ന തേങ്ങ നീ മോഷ്ടിച്ചുകൊണ്ട് വരരുത്. അടുത്ത പറമ്പിൽ മാവിന്റെ ചൂട്ടിൽ മാങ്ങ നീ മോഷ്ടിച്ചുകൊണ്ട് വരരുത്. അടുത്ത പറമ്പിൽ നിൽക്കുന്ന വാഴക്കൊല നീ വെട്ടിക്കൊണ്ട് വരരുത്. അടുത്ത പറമ്പിൽ നിൽക്കുന്ന ചേനയും കാച്ചിൽ നീ പറിച്ചുകൊണ്ട് വരരുത്. നിനക്ക് അവകാശപ്പെട്ടതല്ലാതെ നീ മറ്റാണ്ട് എന്തെടുത്താൽ ഇത് മോഷണമാണ്. അല്ലേരിയ. നിനക്ക് അവകാശപ്പെട്ടതല്ലാത്തത് നീ അധ്വാനിക്കാതെ, നിന്റേതല്ലാത്തത് മറ്റാരുടേത് എന്തെങ്കിലും എടുത്താലും മോഷണമാണ്. അല്ലേലിയ. മോഷണം എന്ന് പറയുന്നത് പെരുകി വാങ്ങി കൊള്ളയടിക്കുക, ഭവനങ്ങൾക്ക് കയറിയിറങ്ങുക, ഇവരുടെ ഭവനങ്ങൾ കയറിയിറങ്ങി ഭവനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. മോഷണം ദൈവം വെറുക്കുന്നു. അല്ലേ? മറ്റൊരുവന്റെ ഭാര്യയെ നീ മോഷ്ടിച്ചുകൊണ്ട് പോകരുത്. ഇന്ന് കണ്ടില്ല, ഒരു കൂട്ടുകാരന്റെ ഭാര്യ ഒരുത്തൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അതിലേക്ക് ഞാൻ വരും. അല്ലേലിയ. അപ്പൊ ഒന്നിനെ നീ മോഷ്ടിക്കും. മോഷണം എന്ന് പറയുന്നത് അത് ദൈവം അറയ്ക്കുന്ന ഭാവമാണ്. അല്ലേലിയ. മോഷ്ടിക്കരുത്. സ്തോത്രം. അല്ലേലിയ. അടുത്തത് 9-ാമത്തെ അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. സ്തോത്രം. ഈ 9-ാമത്തെ കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയുന്നത്. 9-ാമത്തെ കൽപ്പന എന്താണ്? കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയുന്നത്. നിന്റെ കൂട്ടുകാരനെ കള്ളസാക്ഷ്യം പറയും, നീ അവനെതിരെ അപവാദം പറയരുത്. അല്ലേലിയ. നിനക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെട്ടിട്ട് നീ അവനെതിരെ വ്യാജം പറഞ്ഞു അല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറഞ്ഞാൽ അതിന്റെ ശിക്ഷ നിനക്ക് വരും. അല്ലേലിയ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം ഞങ്ങൾക്ക് ഒരുപാട് കേസും പഴുകൊക്കെ ആയിട്ട് നടന്നവരല്ലേ. അവിടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി, കോടതി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ചിലരെയൊക്കെ കൂലിക്ക് കൊണ്ടുപോകും. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ ഞാനൊരു പറയാൻ കാരണം, അല്ലേലിയ, ഞാൻ പറയാൻ കാരണം, ഞാൻ പല കേസിലും അകപ്പെട്ടിട്ടുണ്ട്. തന്റെ ഈ ചെറിയ കേസുകൾ, അങ്ങനെ കേസുകളൊക്കെ എന്നെ പലപ്പോഴും കോടതി വിസ്തരിക്കും. എന്നോട് ഒരാൾ പറഞ്ഞു, നീ 2 സാക്ഷികൾ ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരാൾ എന്നോട് പറഞ്ഞു, നീ 2 ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ 2 സാക്ഷികൾ ഉണ്ടാക്കുന്നത് എനിക്കെന്നെ കുറിച്ചൊന്നും അറിയാം. പിന്നെ ചെറുപ്രായമില്ലേ, നമ്മളിതൊക്കെ കണ്ടു കേട്ടും പഠിച്ചു. ഞാൻ പറഞ്ഞു, സാക്ഷികളൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ അവർ കേസെടുത്ത് സാക്ഷികളില്ല, അവരെ വിസ്തരിക്കും. അപ്പൊ സാക്ഷികളെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ 2 സാക്ഷികളെ ഉണ്ടാക്കി കോടതി കൊണ്ട് കൊടുക്കണം. കോടതി മുമ്പേ അവൻ എനിക്ക് വേണ്ടി സാക്ഷ്യം പറയണം. അപ്പൊ എന്താ, നമ്മുടെ എന്റെ കൂട്ടുകാരന് ഞാനൊരു കലമുണ്ടാക്കി, ഞാൻ പിന്നെ ആ കൂട്ടുകാരന് 2 കള്ളസാക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും ഓർത്ത് നോക്കി, അതിന്റെ ശിക്ഷ ഏതാ? അത് കോടതി പിടിച്ച കോടതി അലക്ഷ്യമാണ്. അത് കോടതി അറിഞ്ഞാൽ കോടതി നമ്മളെ വീണ്ടും ശിക്ഷിക്കും. അങ്ങനെ ഒരു നിയമം ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മെ വിടുവോ ശ്രോതാവേ? അല്ലേലൂയ. നാം ക്രമീകരിക്കേണ്ടതിനെ മുഴുവൻ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, നാം ശുദ്ധീകരിക്കേണ്ടതിനെ മുഴുവൻ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, നാം വിടേണ്ടതിനെ മുഴുവൻ വിട്ടു കഴിഞ്ഞാൽ, പ്രമാണത്തെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എഴുതി ചേർത്താൽ, കല്ലുള്ളി കൊണ്ട് എഴുതുന്ന പോലെ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന് മാംസകലയിൽ ഈ വചനം എഴുതി വെച്ചു കഴിഞ്ഞാൽ എന്ന കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയാൻ പോകത്തില്ല. ആർക്കും ഇതിന് കള്ളസാക്ഷ്യം പറയരുത്. ഇതൊക്കെ ദൈവം വെറുക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പം 10-ാമത്തെ കൽപ്പന എന്താണ്? 10-ാമത്തെ, ഈ കൽപ്പന പലരും തെറ്റിച്ചാ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു വരുന്നത്. 10-ാമത്തെ കൽപ്പന എന്താണ്? കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്.
അല്ലേരിയ. ഒരിടത്ത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞില്ലേ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവിടെ സെറ്റിലായി അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സെറ്റിലായിരുന്ന ഒട്ടനവധി ആളുകളുടെ ഭവനം നമ്മുടെ അല്ലെങ്കിൽ സ്വതന്ത്രം നമ്മുടെ കേരളത്തിലുണ്ട്. അവര് പോകുമ്പോൾ ആ ഭവനം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളെയും ആ വിശ്വസ്തരായ കൂട്ടുകാരെ ഏൽപ്പിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞു അവർ മടങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു, ആ ഭവനത്തിന്റെ ആധാരം മാറ്റി പട്ടയമൊക്കെ മാറ്റി കൃത്രിമ പട്ടയം ഉണ്ടാക്കി പലരും എടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ വരെ ഉണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ ചില ദൈവദാസന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലേരിയ. അങ്ങനെ ഇവർക്ക് നോക്കാൻ ഏൽപ്പിച്ചതാണ്. അവസാനം വീട്ടുടേയും വന്നപ്പോൾ അവന്റെ പേരില്ല, നോക്കാൻ ഏൽപ്പിച്ചതിന്റെ പേരിൽ പ്രമാണമായി. അല്ലേരിയ. പിന്നെ വ്യാജ പ്രവചനം പറഞ്ഞ് കള്ള പ്രവചനം പറഞ്ഞ് പലരും തട്ടിയെടുക്കും. അല്ലേരിയ. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുടെ 10 ഏക്കർ തോട്ടം അല്ലേരിയ വ്യാജ പ്രവചനം പറഞ്ഞ് ഒരു ദൈവദാസൻ തട്ടിയെടുത്തു. അല്ലെ, അവരുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു. ഇതൊക്കെ സംഭവം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, ഇതിനകത്ത് വിളിച്ചു പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇവരെയൊക്കെ നയിക്കുന്നത് ആരാ? ഇന്നലെ ഞാൻ പറഞ്ഞത് എന്താണ്? മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടുവെന്ന് ഇന്നലെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു. ഈ അശുദ്ധാത്മാക്കളാണ് നമ്മളെ കൊണ്ട് ഈ പാപം ചെയ്യിപ്പിക്കുന്നത്. അല്ലേരിയ. ഈ തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ നമ്മളെ കൊണ്ട് ഈ പാപം ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ കൂട്ടുകാരന്റെ നേരെ അവന്റെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ ഭവനത്തെ മോഹിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളകളെയും കഴുതകളെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. കൂട്ടുകാരന്മാരുടെ ഭാര്യ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എത്രയോ നമ്മുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം. ഞാൻ സുവിശേഷ പ്രവർത്തനം ഇങ്ങനെ ചെയ്ത് ഒരു വീട്ടിൽ ചെന്ന് സംസാരിച്ചു. ആ സഹോദരൻ ഒറ്റയ്ക്കാണ്, കണ്ണുനീരോട് കൂടി ഇരിക്കുക. എനിക്ക് സംഭവം ഒന്നും അറിയില്ല. അപ്പൊ എന്റെ കൂടെ സഹോദരനുണ്ട്. ആ സഹോദരനോട് പറഞ്ഞു, ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഇഷ്ടംപോലെ വീട്ടിൽ വെച്ച് മദ്യപിക്കും, ഇഷ്ടംപോലെ വീട്ടിൽ കുടി നടത്തും. അങ്ങനെ വീട്ടിൽ കുടിക്കുവാൻ ഒരു അവസരം കൊടുത്തു. കള്ള് മേടിച്ചു കൊണ്ടുവരും. അമ്മ രണ്ടുപേരും കുടിക്കും. ചേട്ടൻ വീട്ടിലെ ചേട്ടന് കുറച്ച് അബോധാവസ്ഥയിലാകും. അങ്ങനെ ആ കൂട്ടുകാരന്റെ ഭാര്യയെ കൂടെ കള്ളു കുടിക്കാൻ വന്നവൻ കൂട്ടിക്കൊണ്ട് പോയി. ഇന്ന് ഈ സഹോദരൻ നിരാശയായി കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുക. എനിക്കിവിടെ വലിയ ഹൃദയവേദനയായിപ്പോയി. ഞാൻ സഹോദരനെ കുറച്ച് പറഞ്ഞ് ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ പാസ്റ്റർ എത്രമാത്രം എന്നെ ആശ്വസിപ്പിച്ചാലും എന്റെ ഹൃദയത്തിന്റെ വേദന മാറുമോ? ഞാൻ അവനെ വിശ്വസിച്ചു. അവൻ എന്റെ സഹോദരനാണ് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ വീട്ടിൽ ഞാൻ ഇടം കൊടുത്തത്, എന്നോടൊപ്പം മേശി ചോറ് കൊടുത്തത്, എന്നോടൊപ്പം മുഖം കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, അങ്ങനൊക്കെ ചെയ്തെന്നല്ല. പക്ഷെ നിന്റെ കൂട്ടുകാരനെ നീ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ നിന്റെ മേശയിൽ നീ കള്ളു വിളമ്പിയില്ലേ? ആ കള്ളു വിളമ്പി നീ അബോധാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ നിന്റെ ഭാര്യ അവൻ അടിച്ചു മൂട്ടിക്കൊണ്ടുപോയി. അത് നീയാ ഉത്തരവാദി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ വേദനകളൊക്കെ വന്നു. അതേ സ്നേഹിത, നമ്മൾ നമ്മുടെ വീട്ടിലെ ആരെയും വിളിച്ച് കള്ളു കുടിക്കാൻ അവസരം കൊടുക്കരുത്. എന്നെ കേൾക്കുന്ന ക്രൈസ്തവരുടെ പറയുന്നത്, നിന്റെ വീട്ടിനകത്ത് നിന്റെ കൂട്ടുകാരനെ വിളിച്ച് നിന്റെ മേശയിലെത്തി നീ കള്ളു കൊടുക്കരുത്. അങ്ങനെ നീ കള്ളു കൊടുത്ത് നിന്റെ കൂട്ടുകാരനാണെങ്കിൽ നിന്റെ കൂട്ടുകാരന് അവസാനം ഒന്നി നിന്റെ ഭാര്യ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിന്റെ മക്കൾ നഷ്ടപ്പെടും. അല്ലേരിയ. ഇതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. നിങ്ങൾ ഇത് കേട്ടാലും കേട്ടില്ല, ഈ വചനം കേട്ടാലും കേട്ടുകയും ഞാനിത് പറഞ്ഞത് തന്നെയാ. അല്ലേരിയ. അതുകൊണ്ട് എന്താണ് വചനം പറയുന്നത്? കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളയും കഴുതി കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുതെന്ന്. യാതൊന്നിനെയും മോഹിക്കരുത്. അതേ സ്നേഹിത, ദാവീദ് പറഞ്ഞു, വല്ല സംഗീതക്കാരൻ പറഞ്ഞ പോലെ, ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാകെ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങയിൽ ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതോടെ നിന്നെ പരിപാലിക്കുള്ളൂ, നിന്റെ പ്രാണനെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നീ സങ്കീർത്തനമൊക്കെ എഴുതി തന്നത് മനഃപ്പാടമാക്കിക്കൊണ്ട് നീ അത് വായിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സഹായം വരുന്നത് ഇവിടുന്ന് പർവ്വതങ്ങളിൽ നിന്നല്ല. നമുക്ക് സഹായം വരുന്ന ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന. അതിനോട് നാം യോജിക്കാതെ നാം കണ്ട വഴിയിലൂടെ, നാം ചിന്തിച്ച വഴിയിലൂടെ യാത്ര ചെയ്ത് ദൈവം മോശയിലൂടെ നമുക്ക് എഴുതി തന്ന 10 കൽപ്പനകളെ തെറ്റിച്ച് കൽപ്പനയ്ക്ക് വിരുദ്ധമായി, പ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ, നല്ലതും വിശുദ്ധവും ആത്മീയമായ പ്രമാണത്തെ നാം പുറകോട്ട് ചവിട്ടിയെറിഞ്ഞ് നമ്മുടെ പ്രമാണങ്ങൾ കൊണ്ടുവച്ചപ്പോൾ, മനുഷ്യൻ എഴുതി വെച്ച മനുഷ്യന്റെ പ്രമാണങ്ങൾ സഭയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ന്യായ
ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നമ്മെ ന്യായം വിധിക്കും. ആമേൻ. അതുകൊണ്ട് ജഡത്തിൽ വിതയ്ക്കുന്നത് ജഡത്തിൽ തന്നെ കൊയ്യും. പ്രൈസറോ. ഞാനൊരിക്കല് ഒരു സഹോദരോട് പറഞ്ഞു, അല്ലെ, ആ സഹോദരൻ വഴിവിട്ട ജീവിതമാണ്. ജഡത്തിൽ വിതയ്ക്കാൻ ജഡത്തിൽ കൊയ്യും. അല്ലേറിയ. അതൊരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ തലമുറ കൊയ്യുമെന്ന് പറഞ്ഞു. അല്ലേറിയ. അതുപോലെ സംഭവിച്ചു കേട്ടോ. അത് എന്നാലും എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ ചെയ്തൊക്കെ ഞാൻ അനുഭവിക്കുക, എന്റെ മക്കൾ അനുഭവിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ വേദപുസ്തകമല്ലേ, നിങ്ങൾ ക്രൈസ്തവല്ലേ, നിങ്ങളുടെ ഈ പുസ്തകം ഇപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കാൻ പറഞ്ഞു. അല്ലേ, ഞാൻ വാക്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിവിടെ ജഡത്തിന്റെ ചിന്ത മരണമാണ്. ജഡത്തിന്റെ ചിന്ത മരണമാണ്. ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനം. അതുകൊണ്ട് ആത്മാവും ജീവനുമായിരിക്കുന്ന ഏക സത്യ ദൈവമായിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ഉറവിടമായിരിക്കുന്ന സകലത്തിന്റെ സൃഷ്ടമായിരിക്കുന്ന നമ്മുടെ രക്ഷകനായിരിക്കും വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കണം. യേശു ക്രിസ്തുവിന് വേണ്ടി നീ ജീവിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സമൂഹം പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്തെ കഷ്ടങ്ങൾ മാറും, നിന്റെ സങ്കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, കണ്ണുനീര് മാറും. ആമേൻ. ദൈവം നിന്നെ ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കും. സ്ഥലം പോരാതെ വരുവോളം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമാണ് ദൈവം നിന്നെ നിറയ്ക്കും. ഈ കാണുന്ന ഭൂമിയിലെ സകല സ്വത്തും നമ്മുടെ കർത്താവിന്റെ, ഈ ഭൂമിയിലെ സകല സമ്പത്തും നമ്മുടെ കർത്താവിന്റേത്. മനുഷ്യനായിട്ട് ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, മനുഷ്യനായിട്ട് ഇവിടെ ഒന്നും നേടിയിട്ടില്ല, മനുഷ്യനായിട്ട് ഇവിടെ ഒന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കടലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലേറിയ, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലേറിയ, അത് കരയിലായിരുന്നാലും കടലിലായിരുന്നാലും ആകാശമാർഗങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായാൽ അതിന്റെ എല്ലാം ഉടയവൻ യേശു കർത്താവാണ്. നമ്മളൊക്കെ സമയാസമയങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം അത് ദാനമായിട്ട് തരുന്നു. മറഞ്ഞിരിക്കുന്ന നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ലെന്ന് മാത്രം. അല്ലേലിയ. മറഞ്ഞിരിക്കുന്ന പലതിനെയും അല്ലേലിയ നമുക്ക് വെളിപ്പെടുത്തി തന്നു. കടലിന്റെ അടിയിൽ എണ്ണയുണ്ടെന്ന് വെളിപ്പെടുത്തി തന്ന കർത്താവല്ലേ. മണ്ണിനടിയിൽ സ്വർണ്ണമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന കർത്താവല്ലേ. മണ്ണിനടിയിൽ കൽക്കരി ഉണ്ടെന്ന് വെളിപ്പെടുത്തിയ കർത്താവല്ലേ. പാറയിടിക്കിൽ വെള്ളമുണ്ടെന്ന് വെളിപ്പെടുത്തിയ കർത്താവല്ലേ. കിണർ കുത്തിയാൽ ഉറവയുണ്ടെന്നുള്ള വെളിപ്പെടുത്തിയ ദൈവമല്ലേ. ആകാശത്തിൽ പറക്കുന്ന പക്ഷിപറവയാദികൾക്ക് ഇഷ്ടംപോലെ ആഹാരം കൊടുക്കുന്ന ദൈവമല്ലേ. ആറ്റിലെ സകല സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും തീ കൊടുക്കുന്ന നമ്മുടെ ദൈവമല്ലേ. അല്ലേറിയ. മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം തരും ദൈവമല്ലേ. ഇതെല്ലാം ദൈവമാ. സമയാസമയങ്ങളിൽ നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന പലതും ദൈവം നിനക്ക് തരും. ഇന്ന് പകൽ ഈ ദൈവത്തിന് വന്നു കേൾക്കുന്ന സ്വഭാവം, എന്നെ കേൾക്കുന്ന സഹോദര സൂരി, നിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ദൈവഹിതമല്ലാത്ത കൽപ്പനകൾക്ക് വിരുദ്ധം, പ്രമാണത്തിന് വിരുദ്ധമായ നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നീ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ, അല്ലേറിയ, നിന്റെ സൃഷ്ടമായി ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ നിന്റെ ശാപങ്ങൾ മാറും, നിന്റെ ബന്ധനങ്ങൾ കഴിയും, നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ കെട്ട് കഴിയും, നിന്റെ കുടുംബത്തെ തകർക്കുന്ന സകല പൈശാചിക ബന്ധനങ്ങൾ നിനക്ക് വിടുതലുണ്ട്. അതുകൊണ്ട് നിനക്ക് തന്ന അധികാരത്തോടെ നീ സാത്താനിൽ തന്ത്രങ്ങളെ, അവൻ പിശാചികളുടെ തന്ത്രങ്ങളെയും ചെയ്യിക്കണം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ ബന്ധനങ്ങളെ നടുവിൽ അകപ്പെട്ട് കിടക്കുന്ന ലക്ഷോപലക്ഷം കൂടാനുകൂടി ജനങ്ങൾ കർത്താവേ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തിന് ദൈവം എഴുതി തന്ന നല്ലതും വിശുദ്ധവും ആത്മീയമായിരിക്കുന്ന ഞങ്ങൾക്ക് തന്ന 10 കൽപ്പന പ്രമാണം, ഹല്ലേലൂയ, ആ പ്രമാണത്തിനുള്ള ഉറവിടമായിരിക്കുന്ന യഹോവയായ ദൈവത്തെ പലപ്പോഴും ഞങ്ങൾ ത്യജിച്ചു കളഞ്ഞ് ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാതെ ദൈവത്തിന് പക്ഷേ മധ്യസ്ഥ യേശു ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിയിട്ടും ആത്മാവും ജീവനും യേശുവാണ്, അവരെ ആത്മാവിൽ ആരാധിക്കണമെന്ന് വചനം വെളിപ്പെടുത്തിയിട്ടും പലപ്പോഴും കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പലപ്പോഴും ഇരുണ്ടു പോകുന്നു. ഏതൻ പ്രതീക്ഷ വശീകരിച്ച സർപ്പത്തിന്റെ ശക്തി എന്നും ജനത്തിൽ വ്യാപരിക്കുമ്പോൾ കർത്താവ് എന്നും ജനത്തിന് വിടുതൽ കൊടുക്കണമേ. സമൂഹം മടങ്ങി വരട്ടെ, ദൈവസഭ മടങ്ങി വരട്ടെ, ദൈവമക്കൾ മടങ്ങി വരട്ടെ. മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ, യേശുവിന്റെ ഹൃദയം കൊടുക്കുവാൻ, കടന്നു അനുഭവിക്കുന്ന ന്യായവിധിയിൽ മോചനം പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി സഭയൊരുക്കണമേ. സകലമുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.